നീ എന്തിനാ എന്നെ വിളിച്ചത്? നിന്റെ അച്ഛൻ എന്തിനാണ് അദ്ദേഹത്തിന്റെ കാറ് വിറ്റത്? അവൾ എന്തിനാ കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂർ പോയത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് തന്നെ സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ ഉണ്ടാക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വെൽക്കം ടു ഹന്നാസ് ഇംഗ്ലീഷ്. നീ എന്തിനാണ് എന്നെ വിളിച്ചത്? ഈ ചോദ്യം നമുക്കൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഇതൊരു ചോദ്യമാണ് അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം ചോദ്യവാക്കാണ് എഴുതേണ്ടത്. ഏതാണ് ചോദ്യവാക്ക്? എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഏതാ വാക്ക്? വൈ. അപ്പോൾ വൈ എന്ന് ആദ്യം എഴുതുക. ഇനി നമുക്കിവിടെ ഒരു ഓക്സിലറി വെർബ്, ഒരു സഹായക ക്രിയ വേണം. ഡിഡ് ആണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പോഴാണ് എന്തിനാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നർത്ഥം കിട്ടുക. അപ്പോൾ ആദ്യം വൈ എഴുതുക, പിന്നെ ഡിഡ് എഴുതുക. ഇനി സബ്ജക്റ്റ് ആണ് എഴുതേണ്ടത്. ഏതാണ് സബ്ജക്റ്റ്? നീ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ യു. അപ്പോൾ യു എന്ന് എഴുതുക. ഇനി വേർബ് വിളിച്ചത്, വിളിക്കുക എന്നുള്ളതിന് കോള്. കോൾ എന്ന് എഴുതുക. വൈ ഡിഡ് യു കോൾ? നീ എന്തിനാണ് വിളിച്ചത് അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് വിളിച്ചത്? ഇനി ഏതാണ് ബാക്കിയുള്ളത്? എന്നെ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ മീ. ഇനി അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൊടുക്കുക. അപ്പോൾ ചോദ്യം മുഴുവനായി. വൈ ഡിഡ് യു കോൾ മീ? നീ എന്തിനാണ് എന്നെ വിളിച്ചത് അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചത്? ഇനി വേറൊരു ചോദ്യം. നിന്റെ അച്ഛനെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാറ് വിറ്റത്? അപ്പോൾ ആദ്യം വൈ എഴുതുക, പിന്നെ ഡിഡ് എഴുതുക. ഇനി സബ്ജക്റ്റ് നിന്റെ അച്ഛൻ. നിന്റെ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ യുവർ. അച്ഛൻ എന്നുള്ളതിന് ഫാദർ, യുവർ ഫാദർ. ഇനി അടുത്തത് വേർബ് വിറ്റത്. വിൽക്കുക എന്നുള്ളതിന് സെൽ എന്ന് എഴുതുക. വൈ ഡിഡ് യുവർ ഫാദർ സെൽ? നിന്റെ അച്ഛന് എന്തിനാണ് വിറ്റത്? ഇനി ഏതാണ് ബാക്കിയുള്ളത്? അദ്ദേഹത്തിന്റെ കാറ്. അദ്ദേഹത്തിന്റെ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഹിസ്, കാറ്. ഇപ്പോൾ ചോദ്യം മുഴുവനായി. വൈ ഡിഡ് യുവർ ഫാദർ സെൽ ഹിസ് കാറ്? നിന്റെ അച്ഛന് എന്തിനാണ് അദ്ദേഹത്തിന്റെ കാറ് വിറ്റത് അല്ലെങ്കിൽ നിന്റെ അച്ഛന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാറ് വിറ്റത്? ഇനി വേറൊരു ചോദ്യം നോക്കാം. അവൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിലേക്ക് പോയത്? അപ്പോൾ ആദ്യം വൈ എഴുതുക, പിന്നെ ഡിഡ് എഴുതുക. ഇനി സബ്ജക്റ്റ് അവൾ എന്നുള്ളതിന് ഷീ. ഇനി വേർബ് പോയത്, പോകുക എന്നുള്ളതിന് ഗോ. വൈ ഡിഡ് ഷീ ഗോ? അവൾ എന്തിനാണ് പോയത്? ഇനി എവിടേക്ക്? ബാംഗ്ലൂരിലേക്ക്. ബാംഗ്ലൂർ എന്ന് എഴുതുക. ഇനി ബാംഗ്ലൂരിലേക്ക് എന്നർത്ഥം കിട്ടുന്നതിന് വേണ്ടി ബാംഗ്ലൂർ എന്ന വാക്കിൻ്റെ തൊട്ടു മുമ്പിൽ ടു എന്ന് ചേർക്കുക. ടു ബാംഗ്ലൂർ, ബാംഗ്ലൂരിലേക്ക്. ഇനി ഏതാണ് ബാക്കിയുള്ളത്? കഴിഞ്ഞ ആഴ്ച. കഴിഞ്ഞ എന്നുള്ളതിന് ലാസ്റ്റ്, ആഴ്ച എന്നുള്ളതിന് വീക്ക്, ലാസ്റ്റ് വീക്ക്. ഇപ്പോൾ ചോദ്യം മുഴുവനായി. വൈ ഡിഡ് ഷീ ഗോ ടു ബാംഗ്ലൂർ ലാസ്റ്റ് വീക്ക്? അവൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിലേക്ക് പോയത് അല്ലെങ്കിൽ അവൾ എന്തിനാണ് കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിലേക്ക് പോയത്? ഇനി ഇതുപോലെ നിങ്ങൾക്കും സിമ്പിളായിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് കുറച്ച് മലയാളം സെൻറ്റൻസുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിനെ ഒന്ന് സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. അതിൻ്റെ ശരിയായ സെൻറ്റൻസ് ഞാൻ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി കമൻറ്റ് ബോക്സ് നോക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.